ഹായ് ഓൾ, വെൽക്കം ടു ഇമോജി മല്ലു മൂവി റിവ്യൂ. അങ്ങനെ പുഷ്പ 2 എന്ന സിനിമ കണ്ടു. ചന്ദനക്കടത്ത് കാണാൻ പോയിട്ട് ചന്ദനമഴ കണ്ട അവസ്ഥയായിരുന്നു. എൻ്റെ പൊന്നോ, ഇതുപോലൊരു മലങ്കൾട്ട് പടം 3.5 മണിക്കൂർ വെറുപ്പിച്ച് കയ്യിൽ തന്നു. എൻ്റെ സുകുമാർ ഗാരു, എന്ത് തേങ്ങയാണ് നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത്. പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ തെലുങ്കു മസാല സിനിമകളിൽ കാണുന്ന എല്ലാ ചേരുവകളും നന്നായി ഉണ്ടായിരുന്നെങ്കിലും സിനിമ കൂടുതൽ എൻഗേജിങ് ആയതുകൊണ്ടാണ് പടം കയറി ഹിറ്റായത്. പക്ഷേ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉപ്പില്ലാത്ത വെറും മസാല മാത്രമായി ഒതുങ്ങി. സിനിമയിൽ ഉള്ളതിൽ ഭേദം ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അല്ലു അർജുന്റെയും ഫഹദിന്റെയും ഇൻട്രോയും പിന്നെ കുറച്ച് എൻഗേജിങ് സീനുകളും അങ്ങനെ ആവറേജ് ലെവലിൽ പോയി. അവസാനം ഒരു ഫേസ് ഓഫോട് കൂടി ഇന്റർവെൽ പഞ്ച് വന്ന് നിർത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് മുതൽ പിന്നെ പാസത്തിന്റെ വരവാണ്. ഈ സിനിമയിൽ പുതിയ 2 പാസങ്ങൾ കൂടി ജന്മം എടുത്തിട്ടുണ്ട്. ഒന്ന് ഇളയച്ചൻ പാസവും രണ്ടാമത്തേത് കുടുംബപ്പേര് പാസം. അല്ല, എനിക്ക് അറിയാൻ മേലാന്നിട്ട് ചോദിക്കുക, ഈ കുടുംബ പേരൊക്കെ ഇത്ര വലിയ കാര്യമാണോ അവിടെ? ആർക്കറിയാം. ഇമോഷണൽ സീനൊക്കെ സീരിയൽ ലെവൽ മേക്കിംഗ് കൊണ്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. കൂട്ടിന് ക്രിഞ്ച് ഡയലോഗ്സും. മലയാളം ഡബ്ബിംഗ് ഒക്കെ വളരെ ശോകമായിരുന്നു. അവസാനം ക്ലൈമാക്സിലെ പുഴുവടിയും മൂന്നാം ഭാഗത്തിലേക്ക് വേണ്ടിയുള്ള വിത്തുപാകലും ഒക്കെ കഴിയുമ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകന് ക്ഷമയ്ക്കുള്ള നോബൽ സമ്മാനം കൊടുക്കേണ്ടി വരും. കാരണം 3.5 മണിക്കൂറുണ്ടേ ഈ സിനിമ. പെർഫോമൻസിലേക്ക് വന്നാൽ പുഷ്പ എന്ന കഥാപാത്രമായി അല്ലു അർജുൻ അങ്ങ് ജീവിക്കുകയായിരുന്നു. ഇമോഷണൽ സീനൊക്കെ അണ്ണൻ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത നാഷണൽ അവാർഡ് ഉറപ്പിക്കുന്ന അഭിനയ പ്രകടനം. കുറ്റം പറയാൻ പറ്റില്ല, തെലുങ്കന്മാർക്ക് ചിലപ്പോൾ ഇതൊക്കെ മതിയായിരിക്കും. പക്ഷേ ആക്ഷൻ സീക്വൻസിൽ അണ്ണന്റെ എഫേർട്ട് അത് അടിപൊളിയായിരുന്നു. ഫഹദിനെയൊക്കെ കൊണ്ടുവന്ന് കോമാളിയാക്കി വിട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. ഫസ്റ്റ് പാർട്ടിലെ ബൻവർ സിംഗ് എന്ന കഥാപാത്രം എത്ര പവർഫുൾ ആയിരുന്നു. ഇതിലാണെങ്കിലോ പുള്ളി വരുന്നു, പുഷ്പയുടെ കയ്യിൽ നിന്നും ഊക്ക് മേടിക്കുന്നു, പോകുന്നു, വരുന്നു, വാങ്ങുന്നു, പോകുന്നു. ഇത് തന്നെ റിപ്പീറ്റ്. എന്തായാലും ഡയറക്ടർ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ നല്ല ഓവറാക്കി ചളമാക്കി വച്ചിട്ടുണ്ട് ഫഹദ്. അടുത്ത അവതാരമാണ് ശ്രീവല്ലി. എൻ്റെ പൊന്നോ, ഇതുപോലൊരു ക്രിഞ്ച് കഥാപാത്രം. പോരാത്തതിന് രശ്മികയുടെ ഓവർ ആക്ടിങ്ങും കലിപ്പന്റെ കാന്താരിയാവുന്നതും ഫീലിങ്സ് വരുന്നതും എല്ലാം നല്ല 1-ാം നമ്പർ വെറുപ്പിക്കൽ തന്നെയായിരുന്നു. പുള്ളിക്കാരിയുടെ കഥാപാത്രത്തെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ സിനിമ ചിലപ്പോൾ നന്നായി പോയേനെ എന്ന് വരെ തോന്നും. ഈ സിനിമ കഥ എഴുതി സംവിധാനം ചെയ്ത സുകുമാർ ഗാരുവിനോട് 3-ാം ഭാഗം വേണോ അണ്ണാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ദേവിശ്രീ പ്രസാദിന്റെ മ്യൂസിക്കും ബിജിഎമ്മും കൊള്ളാവുന്ന ഒരു ഐറ്റം ആയിരുന്നു. പക്ഷേ തേങ്ങ എത്ര അരച്ചിട്ടെന്താ, താളല്ലേ കറി. സിനിമയുടെ ക്യാമറ വർക്ക് നല്ല രീതിയിൽ വന്നപ്പോൾ എഡിറ്റിംഗ് മോശമാക്കി വെച്ചിട്ടുണ്ട്. കട്ട്സൊക്കെ വളരെ ശോകം തന്നെ. എഡിറ്റിംഗ് ടേബിളിൽ നന്നാക്കാമായിരുന്ന ഒരു സിനിമയായിരുന്നു ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 3.5 മണിക്കൂറൊക്കെ കട്ട് ചെയ്ത് ഒരു 2.5 മണിക്കൂർ ക്രിസ്പാക്കി ഇറക്കിയിരുന്നേ കുറച്ചുകൂടി ബെറ്റർ ആയന പടം. എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ. അങ്ങനെ മൊത്തത്തിൽ നിരാശ സമ്മാനിച്ച ഒരു സിനിമാ അനുഭവമായിരുന്നു പുഷ്പ 2. ഇമോജി മല്ലു റേറ്റിംഗ് ഫോർ ദിസ് മൂവി 1.5 ഔട്ട് ഓഫ് 5. ഇത് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.